കോഴിക്കോട് വടകര ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണെടുത്ത് കോൺക്രീറ്റ് ചെയ്ത ഭാഗമാണ് ഇടിഞ്ഞു താഴ്ന്നത്. വാഹനങ്ങൾ കടന്നു പോകുന്നതിനിടെയായിരുന്നു അപകടം. അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് ആളുകൾ രക്ഷപ്പെട്ടത്. രാവിലെ 8 മണിയോടെയാണ് വടകര മുക്കാളിയിലെ ദേശീയപാതയിൽ മണ്ണെടുത്ത ഭാഗത്ത് വിള്ളൽ കണ്ടത്. പ്രദേശവാസികളാണ് മണ്ണ് വിണ്ടത് ആദ്യം ശ്രദ്ധിച്ചത്. തുടർന്ന് ഇക്കാര്യം നിർമ്മാണ കമ്പനി പ്രതിനിധികളെയും ദേശീയപാത ഉദ്യോഗസ്ഥരെയും അറിയിച്ചു. ഇതിനിടെയാണ് മണ്ണിടിഞ്ഞു വീണത്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണെടുത്ത് കോൺക്രീറ്റ് ചെയ്ത ഭാഗം ഇടിഞ്ഞു താഴ്ന്ന റോഡിലേക്ക് പതിക്കുകയായിരുന്നു. വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സംഭവം. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതക്കുരുക്കുണ്ടായി. തുടർന്ന് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും എത്തി മണ്ണ് റോഡിൽ നിന്നും നീക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. പാതയിൽ ഇപ്പോഴും മണ്ണുള്ളത് തന്നെ പാതയിലൂടെ ഗതാഗതം ഭാഗികമായാണ് അനുവദിക്കുന്നത്. മണ്ണിടിഞ്ഞു വീണ ഭാഗങ്ങളിൽ വീണ്ടും അപകടത്തിന് സാധ്യതയുണ്ടെന്നും പ്രദേശവാസികളുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന സാഹചര്യത്തിൽ അടിയന്തര പരിഹാരം വേണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ കാലവർഷത്തിൽ തകർന്നു വീണ ഭാഗത്ത് തന്നെയാണ് ഇത്തവണയും മണ്ണിടിച്ചിലുണ്ടായത്. ഇതേ തുടർന്ന് കഴിഞ്ഞ വർഷം റവന്യൂ അധികൃതർ സ്ഥലം സന്ദർശിച്ച് സംരക്ഷണ ഭിത്തി ഒരുക്കണമെന്ന് ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനുശേഷമാണ് കഴിഞ്ഞ മാസം ഈ ഭാഗം കോൺക്രീറ്റ് ചെയ്തത്. ഈ ഭാഗമാണ് വീണ്ടും തകർന്നത്. അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള വാഹനം വഴി തിരിച്ചുവിട്ടു. കണ്ണൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കുഞ്ഞിപ്പള്ളിയിൽ നിന്നും, വടകര ഭാഗത്തു നിന്നുമുള്ള വാഹനങ്ങൾ കൈനാട്ടി നിന്നുമാണ് വഴി തിരിച്ചുവിട്ടത്. സ്ഥലത്ത് ശക്തമായ മഴ തുടരുകയാണ്. അപകട സാധ്യതയെ തുടർന്ന് ചോമ്പാല പോലീസും അഗ്നിശമന സേനയും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.